വിദ്യ എന്നത് ഒരഭ്യാസമാണ്. അത് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ തോൽവി എടുക്കേണ്ടി വരും. ജീവിതമാകുന്ന കളത്തിന് പുറത്തിരുന്ന് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് തൃപ്തിയടയണം. ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. മോളെ, ഇന്ന് നേരത്തെ ഇറങ്ങണം. മഴക്കാറുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ശരി അമ്മേ. സൂക്ഷിച്ചു പോകണം. നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലും സമൂഹത്തോട് ഇടപഴകി ജീവിച്ചു. മറ്റുള്ളവരിലുള്ള നന്മകൾ വീക്ഷിച്ച് അത് അവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി തുടങ്ങി. അതൊക്കെ ഒരു കാലം. സ്കൂളിൽ പോകാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. ഇന്നാണെങ്കിലോ. ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? സമയം 7:30. ഇനി എപ്പോഴാ നീ പോകുന്നത്? പോത്തുപോലെ കിടന്നുറങ്ങുകയാണ്. എടാ എഴുന്നേക്ക്. ഇന്ന് ഞാൻ പോകുന്നില്ല. പോകുന്നില്ലെന്നോ? എന്താ കാര്യം? അതെനിക്ക് നല്ല പല്ലുവേദന. പല്ലുവേദനയോ? ഇത് തന്നെയല്ലേടാ നീ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്? ആ KFCയിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ എല്ല് സഹിതം കഴിച്ചു. അന്നൊന്നും അവന് പല്ലുവേദനയില്ല. ആ പൂച്ചയ്ക്ക് പോലും കൊടുത്തില്ല. അമ്മേ, അത് അന്ന് ഈ വശത്തായിരുന്നു, ഇതിപ്പോ ഇവിടെയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് നീ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ പിന്നെ സ്കൂൾ പിക്നിക്കിന് നീ പോകുന്നില്ല. ഓ, അമ്മയുടെ ഒരു കാര്യം. പോകാം, ഇപ്പൊ പല്ലുവേദന കുറച്ച് കുറഞ്ഞു. ഓരോരോ സൂത്രങ്ങളെ. ഇന്ന് വല്ല ടെസ്റ്റ് പേപ്പറും കാണും, അതാണ് കാര്യം. എൻ്റെ അടുത്താണ് അവൻ്റെ വിളച്ചിൽ. ഇത് ക്ലാസ് 9C. ഇവിടെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ ഉള്ളത്. പല സ്വഭാവ ഗുണങ്ങളുള്ളവർ. ഈ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ടാകും. ഇതാണ് പ്രിയംവദ. പേരിതാണെങ്കിലും കഴുത്തിനു ചുറ്റുമാണ് നാക്ക്. ഒരിക്കലും വായടച്ചിരിക്കാൻ പറ്റില്ല. കലവിലാ സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റോപ്പ് FM എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. രാവിലെ എന്തൊരു മഴയായിരുന്നു. റോഡെല്ലാം ബ്ലോക്കായി. പിന്നൊരു കാറാണെങ്കിൽ സൈക്കിളുകാരനെ ഇടിക്കാൻ പോയി. പിന്നൊരു കാര്യം അറിയണോ? ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒരു പൂച്ച കയറി വന്നു. നല്ലൊരു വെള്ള പൂച്ച. അമ്മ അങ്ങ് അതിനെ ഓടിച്ചു വിട്ടു. ഓ, തുടങ്ങി FM. ഒന്ന് നിർത്താമോ? ഇതാണ് സ്വാതി. ഈ ക്ലാസ്സിലെ മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ വേറെ ആരെയും കൊണ്ട് ഒരുത്തരവും പറയിക്കില്ല. മറ്റു കുട്ടികളുടെ പേടി സ്വപ്നമാണ്. ടീച്ചർ ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം മറന്നാലും സ്വാതി എല്ലാവരും അസൈൻമെൻ്റ് ഒക്കെ എഴുതിയായിരുന്നോ? 2 മാസം മുമ്പ് ടീച്ചർ തന്നതാ. ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ട്. ഇതാണ് അപ്പു. രാവിലെകളെ രാത്രിയാക്കിയും രാത്രിയെ രാവിലെയാക്കിയും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന താരം. ഭൂമിയുടെ ഭ്രമണം തന്നെ ഇയാളുടെ ചൂണ്ടുവിരലിലൂടെ ആണോ എന്ന് തോന്നിപ്പോകും. ഏത് ടീച്ചർ വന്നാലും ഈ താളത്തിൽ ഉറങ്ങിപ്പോകും ഈ പാവം. ഇത് ഇവരുടെ പൊന്നോമന ക്ലാസ് ടീച്ചർ. ഇവരെ എല്ലാം മേയ്ക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പൊന്നു ടീച്ചറെ, ഇത്രയേറെ ക്ലാസ് ഉണ്ടായിരുന്നിട്ടും ഇവരെല്ലാം ഈ ഡിവിഷനിൽ തന്നെ എങ്ങനെ വന്നു ചേർന്നെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സാരമില്ല ടീച്ചറെ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. ദേ വരുന്നു ടീച്ചറുടെ പുത്രൻ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളും മേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ. വാ, കയറിയിരിക്കും.
എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഞാൻ ഇന്നും പറയുകയാണ്, എല്ലാവരും അച്ചടക്കത്തോടെ നല്ല സ്വഭാവത്തോടു കൂടി ഇരിക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ന്യൂ ലെസൺ. For every action, there is an equal and opposite reaction. Tapos ko lahat ko ikinimpom la. Mo hinorsuku. Lo hakwe. Una kasta. Minu pizla. Trupwe. Min bahatte. Is it clear, children? ടീച്ചർ ഇന്ന് റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. എല്ലാവരും പഠിച്ചിട്ടാണോ വന്നത്? ടീച്ചർ തമാശ പറയുകയാണോ? പഠിച്ചിട്ടുണ്ടോന്നോ? നമ്മളോ? ഇങ്ങനെയൊരു സംഭവം ഈ ക്ലാസ്സിൽ നടന്നിട്ടുണ്ടോ? List 5 properties of a poor conductor. ഇവിടെ ഇരുന്ന ആളെവിടെ? ടീച്ചർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പെൻസിൽ താഴെ പോയി, അതെടുക്കാനാ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇതുപോലെ പലതും താഴെ പോകും. ശരി, പെൻസിൽ കിട്ടിയില്ലേ? ഉത്തരം പറഞ്ഞേ. Poor conductor does not give change to the passengers. എന്നിട്ട് they can work for hours. ഭയങ്കര കണ്ടുപിടുത്തമായി പോയി. രാവിലെ എഴുന്നേറ്റ് കണ്ണ് എഴുതി ഒരുങ്ങി ഇങ്ങ് വന്നോളും. ആരാ അവിടെ കിടന്നുറങ്ങുന്നത്? എടോ, എഴുന്നേൽക്കൂ. ഞാൻ ഇവിടെ പാട്ടുപാടി ഉറക്കുവാണോ തന്നെ? ടീച്ചർ, ഞാൻ ന്യൂട്ടനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് താൻ എന്ത് കണ്ടുപിടിച്ചു? മലയാളത്തിലെ ഒരു ചൊല്ലാണ് ന്യൂട്ടൺ ഉപയോഗിച്ചത്. അവനവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം അവനവൻ അനുഭവിച്ചിരിക്കും. അടുത്ത പീരീഡ് എന്താണ്? PT പീരീഡ്. ഓക്കെ, സാർ വന്നിട്ടില്ല. പകരം ഞാൻ വരാം. ആരോടും പറയണ്ട. ടീച്ചർ, സാറ് വന്നില്ലല്ലോ. ഞാൻ സാറിന്റെ ചാർജ് ഏറ്റെടുക്കട്ടെ? വേണ്ട, സാറിന്റെ ജോലി സാറ് ചെയ്തോളും. ഇയാളുടെ ജോലി ചെയ്താൽ മതി. അതായത് ഇയാൾ പഠിച്ചാൽ മതി. ഞാൻ സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. എനിക്ക് വേറൊരു ജോലിയില്ല. കളിക്കളം, ഇത് കളിക്കളം. പടക്കളം, ഒരു പടക്കളം. പറയൂ, എന്താണ് A+B the whole square? അത് അല്ല. A+B the whole square equal to A square plus 2AB plus B square. ഇനി എല്ലാവരും ഞാൻ തന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യൂ. തീറ്റയാണോ ടീച്ചർ? ഈ ക്ലാസ്സിൽ വരുന്നത് തീറ്റയ്ക്കാണല്ലോ. മറ്റ് ടീച്ചേഴ്സിന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ വരാൻ വിടുന്ന പാട് എനിക്കേ അറിയാവൂ. ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം, നിനക്ക് കുറച്ച് ഫുഡും കൂടെ ഓർഡർ ചെയ്ത് തരാം. അയ്യോ ടീച്ചറെ, ഇത്രയും കഷ്ടപ്പെട്ട ടീച്ചറെ വരണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. കടക്ക് പുറത്ത്. അങ്ങനെ ക്ലാസ്സിന് പുറത്തിറങ്ങി എന്ത് നല്ല കാറ്റാണ്. വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തന്റെ പിന്നീന്നൊരടീത്. നീ എന്താ ക്ലാസിന്റെ പുറത്ത് നിൽക്കുന്നത്? ഓ, എന്നാ പറയാനാ, അകത്ത് ഭയങ്കര ചൂട് ടീച്ചറെ. ഞാൻ പണിഷ്മെന്റ് കൊടുത്തതാണ് ക്ലാസ്സിൽ തർക്കുത്തരം പറഞ്ഞതിന്. നാളെ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, കേട്ടോ? എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. നാളത്തെ പരീക്ഷ എന്താണെന്ന് അറിയാമല്ലോ. എല്ലാവരും പഠിച്ചുകൊണ്ട് വരണം. അപ്പൊ നീ എല്ലാം പഠിച്ചു വെച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്തൊരു കോൺഫിഡൻസ്. പിന്നല്ലാതെ ഇന്ന് 3 മണിക്കാണ് ഉറങ്ങിയത്. ദാ നോക്ക്, ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്ത്, എസ്സേ ആണെങ്കിലോ ഇവിടെ, പിന്നെ ഡെഫിനിഷൻ വേണമെങ്കിൽ ദാ ഇവിടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എസ്സേ 50 രൂപ, ഡെഫിനിഷൻ 25 രൂപ, ഷോർട്ട് ആൻസർ ആണെങ്കിൽ 10 രൂപ എന്നാണ്. എല്ലാവരും അവരവരുടെ നമ്പർ നോക്കിയിരുന്നോളൂ. ടീച്ചർ, ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി. ടീച്ചർ, ഇത് മാത്സ് ആണ്, ഇന്ന് കെമിസ്ട്രിയാ.
കെമിസ്ട്രിയോ? ഇന്ന് മാത്സ് ആണ്. ഇയാൾ ടൈം ടേബിൾ നോക്കിയില്ലായിരുന്നോ? O+O2 C+O2 CO2 Cu+2 Fe. FeO. കോഫി. എന്തൊക്കെ വിഡ്ഢിത്തമാണ് താൻ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെന്താ കയ്യിലൊരു പേപ്പർ? അത് ടീച്ചർ, ഇത് ഇന്നലത്തെ ബയോളജിക്ക് എഴുതിയതായിരുന്നു. ഇതെന്താ, ബുക്ക് മുഴുവൻ തന്റെ ദേഹത്താണല്ലോ. എന്തായാലും തന്റെ കാര്യം ഞാൻ പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട്. സമയമായി, എല്ലാവരും പേപ്പർ ടൈ ചെയ്തോളൂ. അയ്യോ ടീച്ചർ, എന്റെ ഫേസിംഗ് ഷീറ്റ് കാണാനില്ല. കാണുന്നില്ലേ? നന്നായിട്ട് നോക്കിക്കേ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഇതെങ്ങനെയാ വിനയന് 2 ഫേസിംഗ് ഷീറ്റ് വന്നത്? ഇത് രേഷ്മയുടെ ആണല്ലോ. ടീച്ചറെ, അത് താഴെ കിടന്നപ്പോ വെറുതെ കളയണ്ടെന്ന് കരുതി ഞാൻ അങ്ങെടുത്ത് വെച്ചതാ. കോപ്പി അടിച്ചത് പോരാഞ്ഞിട്ട് നിന്ന് വിസ്തരിക്കുന്നു. എല്ലാവരും എഴുതിയത് മതി. പേപ്പർ തന്നോളൂ. ഗുഡ് മോർണിംഗ് ആൾ. സിറ്റ് ഡൗൺ. ഞാൻ നിങ്ങളുടെ പരീക്ഷ പേപ്പർ കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. വളരെ നല്ല നല്ല മാർക്കുകളാണ്. ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിക്കാം. ആദ്യം വിനയ് വരൂ. വിനയൻ, ഹാർട്ടിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ താൻ എന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? ഇത് ഹൃദയമാണ് ടീച്ചർ. പിന്നെ എന്താ ഇതൊരു പ്ലസ് സൈൻ? എന്റെ പൊന്ന് ടീച്ചർ, അത് പ്ലസ് അല്ല, അത് ഹാർട്ടിന്റെ 4 അറകളാണ്. കൊള്ളാലോ, എന്തൊരു ഭാവനയാണ്. ഈ പേപ്പർ സൂക്ഷിച്ച് പിടിച്ചോണം. മുട്ടയാ, താഴെ വീണാൽ പൊട്ടും. ആശിച്ചു പെറ്റ മാതാവും ആശ വറ്റിച്ചു വാഴും പിതാവും ഇവൻ നന്നാവും കാലം കിനാവു കണ്ടത് 2ാം സെമസ്റ്ററിൽ തീർന്നു. എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയല്ലോ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക. നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം? ഓരോരുത്തരായിട്ട് പറയുക. ആദ്യം വിനയ് തന്നെ പറയൂ. നല്ല ഭാവനയുള്ള ആളല്ലേ? CBI. അടുത്ത ആൾക്ക് എന്താണ്? IPS. ഇയാൾക്ക് കളക്ടർ. കുട്ടികളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്. ഒരു കുന്നോളം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു കുരുവോളമെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായി നമ്മുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുകയും വേണം. ടീച്ചർമാരെല്ലാം നിങ്ങളുടെ ഉയർച്ചയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവർ വഴക്ക് പറയുന്നതും ശിക്ഷിക്കുന്നതും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ശിശുദിനത്തിൽ
നിങ്ങൾക്കായുള്ള ഞങ്ങളുടെ ഒരു മെസ്സേജ് ഇതാണ്. ഉള്ളിലാശിച്ചൊരെണ്ണമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ. ഉള്ളിലാശിച്ചൊരെണ്ണമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ